ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെന്ററികാര്യവും വകുപ്പ് മന്ത്രി. സർ, 4 ധനാഭ്യർത്ഥനകളാണ്. വളരെ വിശാലമാണ് വിഷയങ്ങൾ. ധാരാളം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ അതിനെല്ലാം കാണുന്നു. അതുകൊണ്ട് അംഗങ്ങളാകെ ചർച്ചയിൽ പങ്കെടുത്തവരെടുത്ത സമയത്തിൻ്റെ 1/3 അധികരിക്കാതെ മറുപടി അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ സഹായം വേണം. പ്രസംഗത്തിൻ്റെ ഇടയിൽ ഒരു വാശിയും ഉള്ളതുകൊണ്ടല്ല, വളരെ വിനയത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് ദയവായിട്ട് ഇടപെടരുത്, വഴങ്ങില്ല എന്നതാണ്. പ്രസംഗത്തിന് ശേഷം വേണമെങ്കിൽ നോക്കാം. അങ്ങ് ചെയറുമായിട്ട് സഹകരിക്കണം. സർ, ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയിൽ ഉയർന്നു വന്നതാണ്. ആ ചർച്ചയ്ക്കൊടുവിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഇറങ്ങിപ്പോക്ക് പ്രസംഗത്തിൽ നിന്നാണ് എൻ്റെ ബഹുമാന്യരായ UDF സുഹൃത്തുക്കൾ ഇന്ന് പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. അദ്ദേഹം നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാദം എന്താണ്? അദ്ദേഹത്തിൻ്റെ വാദം തദ്ദേശ സ്ഥാപനങ്ങളാകെ പ്രതിസന്ധിയിലാണ്, ഈ ഗവൺമെൻറ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു, എല്ലാ ചുമതലകളും അവരുടെ തലയിൽ വെച്ചിരിക്കുന്നു, അവർക്കാണെങ്കിലോ പണമൊന്നും കൊടുക്കുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്ന വാദമൊന്നും വിലപ്പോവില്ല, കേന്ദ്രം ഇഷ്ടം പോലെ തരുന്നു എന്നതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. GST കോമ്പൻസേഷൻ നിങ്ങൾ ചോദിക്കുന്നത് തന്നെ തെറ്റല്ലേ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. സർ, GST കൗൺസിലിൽ കേരളം ഈ ആവശ്യം ഉന്നയിച്ചു. കേരളത്തിന് സവിശേഷമായ കാരണമുണ്ട്. 2018 പ്രളയം, ആവർത്തിച്ച 19 പ്രളയം, പിന്നീട് വന്ന കോവിഡ്, ഇത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് സൃഷ്ടിച്ച ആഘാതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചു. പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം GST കോമ്പൻസേഷൻ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആവശ്യം തന്നെ തെറ്റാണ്. ആരുടെ ഭാഷയാണ് സർ അത്? BJPയുടെ ധനകാര്യമന്ത്രിയുടെ ഭാഷയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം എന്താണ്? റവന്യൂ കം ഗ്രാന്റ്, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ, ഇനി ചോദിക്കാൻ പാടില്ല എന്നാണ്. BJPയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സർ, വായ്പാ പരിധിയുടെ കാര്യം എന്താണ്? 3% FRBM ആക്ട് തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്രത്തിന് 3% എന്ന വ്യവസ്ഥയില്ല, ഇഷ്ടം പോലെ വായ്പ എടുക്കാം. കേരളത്തിന് 3% പോലും അനുവദിക്കുന്നില്ല. 2.5% അനുവദിക്കുന്നത്. 0.5% വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാണ് നഷ്ടം? കേരളത്തിൻ്റെ GSDP എത്രയാണ്? 10 ലക്ഷം കോടിയിലധികമാണ്. 10 ലക്ഷം എന്ന് കണക്കാക്കിയാൽ തന്നെ 50,000 കോടിയുടെ നഷ്ടം വരികയാണ്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് വായ്പാ പരിധിയുടെ ഇനത്തിൽ മാത്രം 1,07,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് സംഭവിച്ചു. അതൊന്നും കാണാൻ കണ്ണില്ലാത്ത ധൃതരാഷ്ട്രരെ പോലെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഇവിടെ ഇരിക്കുന്നത്. സർ, അത് സുപ്രീം കോടതിയിൽ നമ്മൾ ഈ കണക്കുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആ വിഷയം ഇരിക്കുന്നത്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സമീപനം എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് 1237.75 കോടി ഇപ്പോഴും തന്നിട്ടില്ല. 15ാം CFCയുടെ ഗ്രാന്റ് 1237 കോടി. സർ, UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടാനുള്ള പൈസയല്ലേ? ഒരു വരി ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഈ 2.25 മണിക്കൂർ ചർച്ച നടത്തിയിട്ട് അപ്പുറത്തു നിന്ന് പറഞ്ഞോ? നിരാശാജനകമാണ്, ഖേദകരമാണ്. അപ്പൊ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? പണം കിട്ടാതെ ഇവരൊന്ന് തുലയട്ടെ എന്നതാണ് മനോഭാവം. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടും അങ്ങനെ ആ കാര്യം പറയണ്ടേ? 1237 കോടി. ഇനിയും ഞാൻ പറയാം, 24 നഗരസഭകൾക്ക് CFC ഗ്രാന്റ് ചില്ലിക്കാശ് കേന്ദ്രം കൊടുത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ 24-ൽ 15 UDF ഭരിക്കുന്ന നഗരസഭകളാണ്. ഒരു പരാതിയുമില്ല. ശാപവചനങ്ങൾ മുഴുവൻ ആർക്കാണ്? കേരളത്തിലെ ഗവൺമെന്റിനാണ്, ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. നിങ്ങൾ രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുന്നു. ധൃതരാഷ്ട്രരെ പോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരാണ്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ആ കൂട്ടത്തിൽ ഇതുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? സർ, എന്നിട്ടും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ്, മുതിർന്ന അംഗമാണ് ഈ സഭയിൽ, അദ്ദേഹം ശരിയായിട്ട് ചൂണ്ടിക്കാണിച്ചു. 2016 മുതൽ 0.5% ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 0.5% വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പദ്ധതി ഇടങ്കലിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം.
0.5%. കണക്കുകളിലേക്ക് പോയാൽ സമയം എടുക്കുമെന്നുകൊണ്ടാണ്. സർ, 2011-12 UDF ആണല്ലോ. എത്രയാണ്? 24.93%. 24-25 ഞങ്ങളാണല്ലോ. എത്രയാണ്? 28.09%. കഴിഞ്ഞ തവണ ഞാൻ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അനുവദിച്ച തുകയല്ല പറയേണ്ടത്, പെർസെൻറ്റേജ് പറയണം. പെർസെൻറ്റേജാണ് ഇപ്പോൾ പറഞ്ഞത്. തുക വേണോ? തുകയും പറയാം. എങ്ങനെ നോക്കിയാലും ഈ ഗവൺമെൻറ്റാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് എന്നത് അനിഷേധ്യമായ, നിങ്ങൾക്ക് നിങ്ങളുടെ വാചാടോപം കൊണ്ട് മായ്ച്ചു കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. അതാണ് 28.09%. സർ, ഇനി വിനിയോഗത്തിൻ്റെ കണക്ക് നോക്കിയാലോ? വിനിയോഗത്തിൻ്റെ കണക്ക് നോക്കിയാൽ 2011-16 UDF-ന് 5 വർഷം വിനിയോഗിച്ചത് 73.16%. 73.16%. 2016 മുതൽ 21 വരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിനിയോഗിച്ചത് 77.84%. 4%-ലധികം കൂടുതലാണ്. പെർസെൻറ്റേജ് പറയണമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. ഇനി കഴിഞ്ഞ 3 വർഷത്തേതോ? കഴിഞ്ഞ 3 വർഷത്തേത് 81.39%. രാവിലെയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു, ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആണോ? പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ ഞെരുക്കമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ഞെരുക്കം തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. എല്ലാം വസ്തുതയാണ്. അതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നതാണോ? അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കണക്കുകളുണ്ടല്ലോ, അതിൽ തുകയുടെ കണക്ക് കൂടി പറയാം. എത്രയാണ്? 21 മുതൽ 24 വരെ 81.39% വിനിയോഗിച്ചില്ലേ? ക്രമാനുഗതമായ വർധനവ്. UDF-ന്റെ കാലത്ത് 73, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 77, ഇപ്പോൾ 81.39%. എത്ര തുകയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നു ഈ 3 വർഷം കൊണ്ട് കേരളത്തിൽ? തദ്ദേശ സ്ഥാപനങ്ങളിൽ 23,583 കോടി രൂപയുടെ 23,583 കോടി രൂപയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പ്രതിസന്ധികൾക്ക് നടുവിലും ഈ 3 വർഷം നടന്നിട്ട് ഒരു കുസലുമില്ലാതെ പറയുകയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന്. അതാണ് വസ്തുത. സർ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇവിടെ പലരും പറഞ്ഞു. ഇന്ത്യയിൽ കേരളമല്ലാതെ മറ്റേതൊരു സംസ്ഥാനമാണ് സർ അതിദരിദ്രരെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കിയത്? ലോകത്ത് തന്നെ ചൈനയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു പ്രദേശത്ത് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് ഈ കൊച്ചു കേരളത്തിലാണ് സർ. നമ്മുടെ മുമ്പിൽ വസ്തുതകളില്ലേ? 0.71% കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം എന്ന് കണ്ടെത്തിയതാര? നീതി ആയോഗാണ്. ഈ ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 0.55% കുറഞ്ഞു. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്, അത് 0.48% കുറയും എന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു, നിങ്ങളുടെ മുൻഗണനകൾ എന്താണ്? ഇതാ കണ്ടോളൂ, ഞങ്ങളുടെ മുൻഗണന അതിദരിദ്രരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ മുൻഗണന. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ പാവങ്ങളെ മറന്നു? പാവങ്ങളിൽ പാവങ്ങളെ കൈപിടിച്ചുയർത്തുന്നൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. സർ, ലൈഫിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ലൈഫിന്റെ വസ്തുത എന്താണ്? 4,04,529 വീട് പൂർത്തിയായി കഴിഞ്ഞു. 4,04,529 വീട്. ഇപ്പൊ നിർമ്മാണത്തിലിരിക്കുന്നത് എത്രയാണ്? 1,03,346 വീട് നിർമ്മാണത്തിലിരിക്കുകയാണ്. ആകെ രണ്ടും കൂടി ചേർത്താൽ എത്രയാണ്? 5,07,875. 5,07,875 വീടുകൾ. ഇവിടെ പറയാണ് ലൈഫ് വീട് കൊടുക്കുന്നില്ല. സർ, എത്രയാണ് തുക? അതുകൂടി കേൾക്കണം. എത്രയാണ് തുക? കേരളം ചെലവഴിച്ചത് 17,526 കോടി രൂപ. 17,526 കോടി രൂപ. അതും പറയാം. നിങ്ങൾ അത് പറയാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. വിൻസെന്റ് ഒരുപക്ഷെ ഞാൻ മറന്നുപോയാലും ഓർമ്മിപ്പിച്ചതിന് പ്രത്യേക നന്ദി. സർ, എത്രയാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് കൊടുത്തത്? ബജറ്റിൽ നിന്ന് കൊടുത്തത് 5,274 കോടി. സർ, 5,016 കോടി വായ്പ. 5,016 കോടി വായ്പ. 5,150 കോടി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതം. സർ, എല്ലാം കൂടി 17,526 കോടി. സർ, തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല. കേന്ദ്രവിഹിതം നിങ്ങൾക്കറിയാൻ ഒട്ടും താല്പര്യമില്ലാത്ത കേന്ദ്രവിഹിതം
2081.69 കോടി, 84% സംസ്ഥാന വിഹിതമാണ് സർ. 4 ലക്ഷം രൂപ ഇന്ത്യയിലേത് സംസ്ഥാനത്താണ് 4 ലക്ഷം രൂപ വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്നത്? എന്നിട്ട് ഇവർ പറയുകയാണ്, എന്താ പറഞ്ഞത്, എല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിലിട്ടത് കഴിഞ്ഞ UDF ഗവൺമെന്റാണ്. അത് പഞ്ചായത്തുകൾ കൊടുക്കട്ടെ, തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കട്ടെ എന്നതായിരുന്നു. എത്രയാണ് കൊടുത്തിരുന്ന തുക? ഇപ്പോ 1 ലക്ഷം രൂപ ഓരോ ഗുണഭോക്താവിനും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിൽ ഇടുകയല്ല ചെയ്തത്, അവർക്ക് പൈസ കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറ്റൊരു വാദമായിരുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ വാദം എന്താണ്? പഞ്ചായത്തുകൾക്ക് ഉള്ള അധികാരം കവർന്നെടുത്തു ലൈഫിൽ വീട് കൊടുക്കാൻ എന്നാണ്. ഇപ്പൊ പറയുന്നു അവരുടെ തലയിലിട്ടു. നിങ്ങൾക്ക് തന്നെ ഉറച്ചൊരു നിലപാട് അക്കാര്യത്തിൽ ഇല്ല. പഞ്ചായത്താണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. പഞ്ചായത്തുകളാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്, തദ്ദേശ സ്ഥാപനങ്ങൾ. ഇത് അപ്പൊ കൂടുതൽ സമയം എടുക്കും അദ്ദേഹം ഇങ്ങനെ തടസ്സം. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. ഗ്രാമസഭകൾ എനിക്ക് പറയാൻ പറ്റില്ല. ഗ്രാമസഭകൾ ആണ് തിരഞ്ഞെടുക്കുന്നത്. ആരെ? ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു പ്രോസസ്സിലൂടെയാണ്. അങ്ങനെയാണ് ഈ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അവകാശമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക. എന്നാൽ അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു പങ്ക് സംസ്ഥാന സർക്കാർ വഹിക്കുന്നു. ഇതാണ് വികേന്ദ്രീകരണത്തിന്റെ മികച്ച മാതൃക എന്ന് പറയുന്നത്. വികേന്ദ്രീകരണത്തെ അട്ടിമറിച്ചു എന്നായിരുന്നല്ലോ വാദം. ബഹുമാന്യനായ മാത്യു ടി തോമസ് വളരെ സംക്ഷിപ്തമായ മറുപടി അതിന് പറഞ്ഞിട്ടുണ്ട്. അധികാര വികേന്ദ്രീകരണത്തോടുള്ള ഇടതുപക്ഷത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആവർത്തിക്കുന്നില്ല. സർ, അത് മാത്രമാണോ? ഇപ്പോ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് സർക്കാർ വന്നപ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും അതിൽ വിശ്വാസം വന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 1000 ഭവനരഹിതരും ഭൂരഹിതരുമായ ആളുകൾക്ക് ഭൂമി വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നു. 1000 പേർക്ക് ഭൂമി കൊടുത്തു കഴിഞ്ഞു സർ, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന്. ഇനി 1000 പേർക്ക് കൂടി കൊടുക്കാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. എന്താ കാരണം? ഈ സർക്കാരിന്റെ നടപടിയിൽ വിശ്വാസമുണ്ട്, വിശ്വസിക്കാവുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് 1000 പേർക്ക് കൂടി ഞങ്ങൾ ഭൂമി കൊടുക്കാം എന്നവർ പറഞ്ഞിരിക്കുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഇന്റർനാഷണൽ 318A ലയൺസ് ക്ലബ്ബ് അവര് 100 വീട് വെച്ച് കൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ധാരാളം പേർ വരുന്നു. മനസ്സോടി തിരുമണ്ണ് ക്യാമ്പയിനിൽ 31.5 ഏക്കർ ഭൂമിയാണ് 31.5 ഏക്കർ ഭൂമിയാണ് സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആളുകൾക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെന്റിൽ. ഞങ്ങൾ ഭൂമി കൊടുത്താൽ ആ ഭൂമി പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഉപയോഗപ്പെടും, ഈ സർക്കാർ വീട് വെച്ചു കൊടുക്കും എന്ന വിശ്വാസം. അതാണ് അത് കാണുന്നത്. സാർ, ഞാൻ കുറച്ച് വേഗത്തിൽ പോകുന്നത് സമയമില്ലാത്തതുകൊണ്ടാണ്. അവർ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധിക്കണ്ട, കുറച്ചധികം കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ്. സാർ, ഇവിടെ MLA ഉന്നയിച്ച കാര്യം പ്രളയത്തിൽ ഡോക്ടർ സുജിത്താണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർക്കൊക്കെ ഈ ലൈഫിന്റെ ആനുകൂല്യമുണ്ട്. 4 ലക്ഷം എന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് നേരത്തെ കിട്ടിയ സഹായം കൂടി ഉൾപ്പെടെ അവർക്കെല്ലാം ഈ ആനുകൂല്യമുണ്ട്. ആരെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന കാര്യം ഞാൻ അറിയിക്കുകയാണ്. സർ, തൊഴിലുറപ്പിന്റെ കാര്യം. ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമല്ലേ? തൊഴിലുറപ്പിന്റെ ദേശീയ മാനദണ്ഡങ്ങൾ 8 എണ്ണത്തിൽ 4 എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് കേരളം, ബാക്കി 4 എണ്ണത്തിൽ 2-ാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ പോകുന്നില്ല. ജലസംരക്ഷണത്തിനാണ് ഈ നടപ്പ് വർഷം പ്രാധാന്യം കൊടുക്കുന്നത്, കഴിഞ്ഞ വർഷവും അതെ. സാർ, 24,735 കിണറുകൾ റീചാർജ് ചെയ്യുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കൊടും വേനലിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ കൊടും വേനലിന്റെ അനുഭവത്തിൽ നിന്നാണ് 24,735 കിണറുകൾ റീചാർജ് ചെയ്യുന്നു. ജലസംരക്ഷണ പ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. 3,880 കുളങ്ങൾ, കാർഷിക കുളങ്ങൾ നിർമ്മിക്കുകയാണ്. അതിലൂടെ അടുത്ത വേനൽക്കാലം, ഈ മഴക്കാലത്ത് നമുക്ക് 7,76,000 ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയും. അത് ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ സഹായിക്കും. 7,76,000 ക്യൂബിക് മീറ്റർ. പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങളൊക്കെ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇത് തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഭാവനാപൂർണമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നതിൻ്റെ ഉദാഹരണമാണ്.
അപ്പോൾ ജലസംരക്ഷണത്തിന് അതിനുപയോഗിക്കുന്നു. സർ, ട്രൈബൽ പ്ലസ് ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണുള്ളത്? 100 ദിവസമാണ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി NREGS കൊടുക്കുന്നതെങ്കിൽ കേരളം ഒരു 100 ദിവസം കൂടി ആദിവാസി മേഖലകളിൽ കൊടുക്കുകയാണ്. 200 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ട്രൈബൽ പ്ലസിൽ. സർ, അതുപോലെ ക്ഷേമനിധി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 20 ലക്ഷം പേർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടുകയാണ്. പ്രസവാനുകൂല്യം, വിവാഹാനുകൂല്യം, മക്കളുടെ വിദ്യാഭ്യാസാനുകൂല്യം, ഇതെല്ലാം അതിൽ കൊടുക്കുകയാണ്. സർ, അതിനും പുറമെയാണ് ഇന്ത്യയിൽ ആദ്യമായി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ബദൽ ഉയർത്താൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെല്ലാം. ഞങ്ങളുടെ ബദൽ സമീപനമാണ് അത്. സർ, ഇവിടെ K-സ്മാർട്ടിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ വരികയുണ്ടായി. ധാരാളം അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും K-സ്മാർട്ടിനെ കുറിച്ച് പലർക്കും നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. കുറച്ച് ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് കുറേ കാര്യങ്ങൾ ഇവിടെ വന്നത്. ഗവൺമെന്റിന്റെ നിലപാട് എന്താണ്? ഗവൺമെന്റിന്റെ നിലപാട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കാനായി ആളുകൾ നേരിട്ട് ചെല്ലേണ്ട സ്ഥിതി ഉണ്ടാകരുത്. ലോകത്തെവിടിരുന്നാലും ഉള്ളംകൈയിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ സേവനങ്ങൾ ലഭ്യമാവണം. അതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതിനുവേണ്ടിയാണ് നേരത്തെ ILGMS, രാജ്യത്തിനാകെ മാതൃകയായ ILGMS പഞ്ചായത്തുകളിൽ നടപ്പാക്കി. ഇപ്പോൾ K-സ്മാർട്ട് നഗരസഭകളിൽ നടപ്പാക്കി. നവംബർ 1 മുതൽ K-സ്മാർട്ട് കേരളത്തിലെ ILGMSന്റെ ഉയർന്ന വെർഷനാണ് K-സ്മാർട്ട്. പഞ്ചായത്തുകളിൽ നവംബർ 1 മുതൽ നടപ്പാക്കും. സർ, ഇവിടെ എന്താണ് അനുഭവം? K-സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തത് 7,27,193 പേർ. 7,27,193. ജനറേറ്റ് ചെയ്യപ്പെട്ട ഫയലുകളുടെ എണ്ണം 6 മാസം കൊണ്ട് 15,13,139. ഇതെല്ലാം ആർക്കും ലഭ്യമാവുന്ന കണക്കുകളാണ്. 15,13,139. തീർപ്പാക്കിയത് 11,03,912. 72.15%. അതാണ് K-സ്മാർട്ടിന്റെ പെർഫോമൻസ്. വ്യാപാര ലൈസൻസ് പുതുക്കിയത് 1,19,828. അതുപോലെ പുതിയ ലൈസൻസ് 12,079. പെർമിറ്റുകൾ, നിർമ്മാണ പെർമിറ്റുകൾ അംഗീകരിച്ചത് 13,095. നഗരസഭകളിൽ മാത്രമാണ് 6 മാസം കൊണ്ട്. സർ, ഇത് തടസ്സമില്ലാതെ നടക്കുകയാണ്. ചില പ്രചരണം നടക്കുന്നുണ്ട്. പല താല്പര്യക്കാർ, സ്ഥാപിത താല്പര്യക്കാർ പ്രചരണം നടക്കുന്നു. ചിലരിത് പൊളിക്കാൻ ശ്രമം നടത്തുന്നു. ഒരു ഉദാഹരണം മാത്രം, ഞാൻ കുറേ സമയമില്ലാത്തതുകൊണ്ടാണ്, അനേക ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരു ഉദാഹരണം പറയാം. കെട്ടിടം പൊളിക്കാൻ ഈ ഇൻറ്റിമേഷൻ നൽകണം. തദ്ദേശ സ്ഥാപനത്തിൽ ഇൻറ്റിമേഷൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു നഗരസഭയിൽ K-സ്മാർട്ടിൽ ഓൺലൈനിൽ കൊടുത്തു. ഈ നമ്പർ എടുത്ത് അവിടുത്തെ ഒരു ജീവനക്കാരി ഇയാളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, K-സ്മാർട്ടൊക്കെ ആകെ അവതാളത്തിലാണ്, ഇതിലൊന്നും കാര്യം നടക്കില്ല, സത്യത്തിൽ അനുമതിയുടെ പോലും ആവശ്യമില്ല, ഇതാകെ അവതാളത്തിലാണ്, സർക്കാർ ആകെ കുഴപ്പമാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് വരണം, വെള്ളക്കടലാസിൽ അപേക്ഷ എഴുതി തരണം. നേരിട്ട് ചെന്നു വെള്ളക്കടലാസിൽ അപേക്ഷ കൊടുത്തു. അപ്പോൾ വേറൊരു ദിവസം വരാൻ പറഞ്ഞു. 2 തവണ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് വഴി എന്നെ നേരിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു. ഇവിടെ നിന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായപ്പോൾ പിറ്റേ ദിവസം അത് ഒരു തെറ്റുപറ്റിയതാണ്, നിങ്ങൾക്ക് പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർക്ക് മുന്നിൽ ആളെ വരുത്തണം എന്നാഗ്രഹമുണ്ട്. ആളെ വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. സർ, കോർപ്പറേഷനിൽ ഒരു പെർമിറ്റ് കിട്ടണമെങ്കിൽ എത്ര തട്ട? ഓവർസിയർ, അത് കഴിഞ്ഞാൽ AE, പിന്നെ AXC, പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അല്ലെ അതിൻ്റെ ഇടയ്ക്ക് സൂപ്രണ്ടിങ് എഞ്ചിനീയർ, പിന്നെ സെക്രട്ടറി. 6 തട്ട. ഓൺലൈനിൽ അപേക്ഷ കൊടുത്താൽ 300 ചതുരശ്ര മീറ്ററാണ് എങ്കിൽ, അതിനുള്ളിലാണ് എങ്കിൽ 1 മിനിറ്റിൽ പെർമിറ്റ് ഓൺലൈനിൽ കിട്ടുകയാണ്, വാട്സാപ്പിൽ കിട്ടുകയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാണും സർ. അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് ആളെ വരുത്താൻ എന്താ ശ്രമം നടത്തുന്നത്? K-സ്മാർട്ട് അവതാളത്തിലാണ്, ഇതിൽ കൊടുത്താൽ നടക്കില്ല എന്ന് പ്രചരിപ്പിക്കുക. സാർ, കോഴിക്കോട് നഗരസഭയിൽ ഏറ്റവും നന്നായി അവർക്ക് വേണ്ടിയാണോ ശബ്ദമുയർത്തുന്നത്? കോഴിക്കോട് എടുത്തിട്ടുണ്ട്. അത് ബഹുമാന്യായ തൃക്കാക്കര അംഗം തന്നെ ചോദിച്ചത് നന്നായി, നടപടി എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം ആരാണ്, ഏത് നഗരസഭയാണെന്നൊക്കെ. അപ്പോൾ സാർ, ഇല്ല വഴങ്ങില്ല, ഒരു വഴങ്ങുന്ന പ്രശ്നമില്ല, അങ്ങ് ഇരിക്കും. മിനിസ്റ്റർ അങ്ങോട്ട് നോക്കണ്ട, അഡ്രസ് ടു ദ ചെയർ. സാർ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നഗരസഭ
ഞാൻ മേയറോട് ചോദിച്ചു. മേയർ പറഞ്ഞു കെ സ്മാർട്ട് ഗംഭീരമായിട്ട് നടക്കുന്നു. ഇവിടെ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനും അക്കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചു. സർ, ഒറ്റ സോഫ്റ്റ്വെയർ ആണ്, എല്ലായിടത്തും നടപ്പാക്കുന്നതാണ്. കോഴിക്കോട് നടക്കുകയും വേറൊരു സ്ഥലത്ത് നടക്കാതിരിക്കുകയും ചെയ്യുമോ? അങ്ങനെ സംഭവിക്കില്ലല്ലോ സാധാരണ. ശരിയാണ്, ചില കാര്യങ്ങൾ ഒരു പുതിയ സംവിധാനം വരുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു ട്രാൻസിഷൻ്റെ ഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. അത് തന്നെ പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങളില്ല എന്നതാണ് നമ്മുടെ അനുഭവം. പിന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ കുറേ അതിശയോക്തിപരമായ പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അവരുടെ ജെന്യുവിനായ പ്രശ്നങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 30 വരെ ലൈസൻസിന് പുതുക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം അംഗീകരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങൾ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പറ്റില്ല. ജെന്യുവിനായ എല്ലാ പ്രശ്നങ്ങളോടും അനുഭാവപൂർണ്ണമായ നിലപാടാണ്. സർ, ഇനി മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ച് എനിക്കൊരു നിരാശയുള്ളത്, അപൂർവം ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് ഗൗരവത്തിലൊന്നും പരാമർശിക്കാൻ ഇവിടെ തയ്യാറായുള്ളൂ എന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മളിന്ന് ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം, അതിനെക്കുറിച്ച് വേണ്ടത്ര ഗൗരവത്തോടു കൂടി താല്പര്യത്തോടു കൂടി ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞില്ല എന്നതിലുള്ള നിരാശ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സാർ, വളരെ ചുരുക്കത്തിൽ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലെയും പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നും നടക്കുന്നില്ല എന്ന്. ഇന്ന് മാലിന്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഒന്നും നടക്കുന്നില്ല എന്ന്. അതും വളരെ നിരാശപ്പെടുത്തുന്നതായിപ്പോയി. ആ ബ്ലൈൻഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അനുഭവം? ഒറ്റ വർഷം കൊണ്ടുള്ള മാറ്റം പറയാം. 2023 ബ്രഹ്മപുരം നമ്മളിവിടെ ചർച്ച ചെയ്തതാണല്ലോ. ബ്രഹ്മപുരം കത്തിയെരിഞ്ഞപ്പോൾ കോർപ്പറേഷൻ നോക്കട്ടെ എന്നല്ല ഞങ്ങൾ നിലപാടെടുത്തത്. ഞാനും ഈ ഇരിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയും എറണാകുളത്തെത്തി. അവരെ യോഗം വിളിച്ചു ചേർത്തു, ജനപ്രതിനിധികളെ ആകെ യോഗം വിളിച്ചു ചേർത്തു. അതിൻ്റെ മുഴുവൻ കഥയും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, എങ്ങനെയൊക്കെയായിരുന്നു പ്രതികരണങ്ങൾ എന്നത്. അതിനുശേഷം ഒരാഴ്ച കൊച്ചിയിൽ നേരിട്ട് ഞാൻ താമസിച്ചു നിന്ന് ഓരോ കോർപ്പറേഷൻ വാർഡിലും പോയി ആയിരക്കണക്കിന് ആളുകളുമായി നേരിട്ട് സംസാരിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ആക്ഷൻ പ്ലാൻ ആദ്യമായിട്ട് നടപ്പാക്കാൻ നേതൃത്വം കൊടുത്തത് കൊച്ചിയിലാണ്. അതിൻ്റെ മാറ്റം ഇന്ന് കൊച്ചിയിലുണ്ട് സർ. അതിൻ്റെ കണക്കുകളും നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ CBG പ്ലാന്റ്, BPCLൻ്റെ CBG പ്ലാന്റ് സർക്കാർ അംഗീകാരം കിട്ടി, നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. 1.5 കൊല്ലത്തിനുള്ളിൽ 150 ടൺ മാലിന്യം കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റാൻ കഴിയുന്ന പ്ലാന്റ് ആരംഭിക്കാൻ പോവുകയാണ് കൊച്ചിയിൽ. മാറ്റമാണ്. ഞങ്ങളന്ന് പറഞ്ഞു ബ്രഹ്മപുരം തീപിടുത്തത്തെ, ആ ആപത്തിനെ കേരളത്തെ ശുചിത്വ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള അവസരമാക്കിയിട്ട് ഉപയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മാറ്റം എന്താണ്? 2023 മാർച്ചിൽ വാതിൽപ്പടി മാലിന്യ ശേഖരണം 47%, ഇപ്പോൾ 87%. ഒറ്റ വർഷം കൊണ്ടുണ്ടായ മാറ്റം. യൂസർ ഫീ കളക്ഷൻ 34%, ഇപ്പോൾ 68%. മിനി MCF 7446, ഇപ്പോൾ 17393, അതായത് ഇരട്ടിയിലധികം വർധനവാണ്. MCF 1260, ഇപ്പോൾ 1247, അതായത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ചുരുങ്ങിയത് ഒരു MCF ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. RRF 87, ഇപ്പോൾ 164, ഇരട്ടിയായി. ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് RRF വരേണ്ടത്. ഹരിതകർമ്മസേന അംഗങ്ങളുടെ എണ്ണം 33,378, ഇപ്പോൾ 36,510. സാർ, ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഹരിതമിത്രം ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 11 ലക്ഷമായിരുന്നു, ഇപ്പം 40 ലക്ഷമായിട്ട് അത് വർദ്ധിച്ചു. ഡിജിറ്റൈസ് ചെയ്യാണ് മാലിന്യ ശേഖരണത്തെ ഡിജിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹരിതമിത്രം ആപ്പ്. സാർ, ഇതിനെല്ലാം പുറമെ അവസാനം ഒരു കണക്കുകൂടി ഞാൻ പറയാം. എന്ത് നടക്കുന്നു എന്നാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലെ ചോദിച്ചതാണ്, ആര് ശേഖരിക്കുന്നു മാലിന്യം, വല്ല കണക്കുമുണ്ടോ എന്നാണ്. സാർ, 47,548 ടൺ ആയിട്ട് വർദ്ധിച്ചു. CKCL വഴി, ക്ലീൻ കേരള കമ്പനി വഴിയുള്ള മാലിന്യ ശേഖരണം. ലിസ്റ്റ് ചെയ്യുന്ന മാലിന്യം 30,000 ടണ്ണായിരുന്നു, 47,500 ആയിട്ട് വർദ്ധിച്ചു. ഇനി സ്വകാര്യ കമ്പനികൾ, അതാണ് രാവിലെ പ്രതിപക്ഷ നേതാവ് പ്രത്യേകമായി അടിവരയിട്ട് പറഞ്ഞത്. സ്വകാര്യ കമ്പനികൾ ആരൊക്കെയോ ശേഖരിക്കുന്നു, വല്ല കണക്കുണ്ടോ എന്നാ ചോദിച്ചത്. നേരത്തെ കണക്കുണ്ടായിരുന്നില്ല, ഇപ്പോൾ കണക്കുണ്ട്. 5,380 ടൺ സ്വകാര്യ ഏജൻസികൾ വഴി ശേഖരിക്കുന്നു. ഞങ്ങളിതെല്ലാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരു കൊല്ലം കൊണ്ട് 52,928 ടണ്ണായിട്ട് മാലിന്യ ശേഖരണം വർദ്ധിച്ചിരിക്കുന്നു. ആ മാറ്റം കേരളത്തിലുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. പൂർണ്ണമായിട്ടുണ്ടോ എന്നല്ല, ഇനിയും വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം ആ കണക്കുകൾ ഇവിടെ വിടുകയാണ്. സാർ, അപ്പോൾ മാലിന്യ സംസ്കരണത്തിൻ്റെ കൊച്ചിയിലാണെങ്കിൽ ഒറ്റ MCF ഇല്ലാതിരുന്ന സ്ഥലമാണ്. ഒറ്റ MCF. എനിക്ക്
ബഹുമാനപ്പെട്ട നിയമമന്ത്രിയുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അവിടെ ഒരു ജനപ്രതിനിധി പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ യോഗത്തിൽ ക്ഷുഭിതനായിട്ട് എന്നോട് പറഞ്ഞത് ഇത് കൊച്ചിയാണ്, മിനിസ്റ്ററുടെ പാലക്കാടല്ല എന്നാണ്, ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നാണ്. അങ്ങല്ല, അങ്ങ് പറഞ്ഞെന്നല്ല, അങ്ങാണ് അപ്പോൾ ഇടപെട്ടതും മന്ത്രി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ശാന്തനാക്കിയതും അങ്ങായിരുന്നു. പക്ഷെ അതായിരുന്നു പ്രതികരണം. കൊച്ചിയാണ്, ഇതൊന്നും നടക്കില്ല. സർ, നടത്തി കാണിച്ചു ഞങ്ങൾ. ഇപ്പം 64 കണ്ടെയ്നർ MCF കൊച്ചിയിലുണ്ട്. ഒരു കണ്ടെയ്നർ MCFന്റെ സംഭരണശേഷി 30 ടൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2000 ടൺ മാലിന്യം ഇപ്പോൾ സംഭരിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ മുഴുവൻ റോട്ട് കിടക്കുമായിരുന്നു. ആ മാറ്റം വന്നു. ബയോമൈനിങ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് 37% പൂർത്തിയാക്കിയില്ലേ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു. നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊന്നും വാർത്തയല്ല കേട്ടോ. പണ്ട് KG ശങ്കരപ്പിള്ള പറഞ്ഞില്ലേ, ബംഗാളിൽ നിന്ന് നല്ല വാർത്തയൊന്നും വരുന്നില്ല എന്ന് കവിതയിൽ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് നല്ലതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കുകയില്ല. 37% ബയോമൈനിങ് അവിടെ പൂർത്തിയായി. സമയബന്ധിതമായിട്ട് അത് പൂർത്തിയാക്കും. ബ്രഹ്മപുരത്ത് വന്ന മാറ്റത്തെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരികയുണ്ടായി. അപ്പോൾ അതിന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇപ്പോൾ ഞങ്ങളൊരു പരിശോധന നടത്തി. MLA-മാർ ഇതിനെടുത്ത മുൻകൈ. 95 MLA-മാരാണ് യോഗം വിളിച്ചത്. 45 MLA-മാർ ഒരു തരത്തിലുള്ള ഇടപെടലും ഇക്കാര്യത്തിൽ നടത്തുന്നില്ല. അപ്പോൾ ആ കാര്യം കൂടി എല്ലാ ഭാഗത്തുള്ള MLA-മാരോടാണ് ആ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്. MLA-മാർ അക്കാര്യത്തിൽ വ്യക്തിപരമായ നേതൃത്വം എടുക്കണം എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. സാർ നേരത്തെ ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ആഗോള ആക്ഷൻ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ കേരളം ഇവിടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയാണ്. DCAT-നെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 265 തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിൻ്റെ നടപടികളായി കഴിഞ്ഞു. കിലയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇതെല്ലാം കേരളം എത്ര മുമ്പിലാണ് എന്ന് ചിന്തിക്കുന്നതാണ്. നേരത്തെ ഒരിക്കൽ പ്രതിപക്ഷ നേതാവിടെ ചോദിക്കുന്നത് കേട്ടു, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഞങ്ങൾ ഈ ലോകത്തിൻ്റെ മുമ്പിലാണ് കേരളം നടക്കുന്നത് എന്നതിൻ്റെ തെളിവാണത്. അതിൻ്റെ തെളിവാണ്. ഇനിയും പറയാനുണ്ട്. ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ചാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത്. 1 വർഷത്തിനകം ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവുകയാണ്. ഞങ്ങൾ ആധുനിക കാലത്തിൻ്റെ മുമ്പിലാണ് നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിനയത്തോടു കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത കേരളമാണല്ലോ കൈവരിച്ചത്. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യമുണ്ട്. പക്ഷേ ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യം യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സേവനങ്ങൾ മുഴുവൻ ഓൺലൈനായി മാറുന്നത്. സേവനങ്ങൾ ഓൺലൈനായി മാറുമ്പോൾ ആർക്കും അത് ലഭ്യമാകാതിരിക്കുന്ന സ്ഥിതി വരരുത്. ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്തവർക്ക് ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കി കൊടുക്കണം. ഭരണഘടനാ സാക്ഷരതയും കൂട്ടത്തിലുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഭരണഘടനാ സാക്ഷരത. അക്കാര്യവും ഈ ഭരണഘടനയുടെ 75-ാം വർഷത്തിൽ ഞങ്ങൾ നടപ്പാക്കും. ഇന്ത്യയിലെ ഭരണഘടനാ സാക്ഷരത കൊല്ലമാണതിന് മാതൃക. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഞാനിവിടെ പറഞ്ഞു, കർണാടകയിലെ മന്ത്രി എന്നെ നേരിട്ട് വിളിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് കർണാടകയിൽ നടപ്പാക്കണം, അതിന് ഒരു ഉദ്യോഗസ്ഥനെ വിട്ടുതരണം. മന്ത്രി നേരിട്ട് വിളിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനം വിട്ടുകൊടുത്തു. കേരളം ആദ്യത്തെ ഭരണഘടനാ സാക്ഷര സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ്. സർ, നഗരവൽക്കരണം കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. 10 കൊല്ലത്തിനിടയിൽ 95% അർബൻ പോപ്പുലേഷനാവും കേരളത്തിൽ എന്നാണ് വിവിധ പഠനങ്ങൾ കാണിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട്, അതാണ് ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നഗരവൽക്കരണം ഇപ്പോൾ തന്നെ ഉയർത്തുന്നതും ഇനി ഉയർത്താനിരിക്കുന്നതുമായ സങ്കീർണമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് അർബൻ കമ്മീഷനെ ഈ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ലോകത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വിദഗ്ധരുടെ സേവനമാണ് അതിനുപയോഗപ്പെടുത്തുന്നത്. അവരുടെ നേതൃത്വത്തിലുള്ള അർബൻ കമ്മീഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ അക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഏതെല്ലാം വെല്ലുവിളികളെയാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടത്. കേരളം ഒറ്റ നഗരമായി മാറുകയാണ്. വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം, മാലിന്യത്തിൻ്റെ പ്രശ്നം, ജനസാന്ദ്രത മൂലമുണ്ടാകുന്ന പ്രശ്നം, അതുപോലെ നഗരാസൂത്രണത്തിൻ്റെ വിഷയങ്ങൾ, ഇതെല്ലാം പ്രാധാന്യത്തോടെ അഭിസംബോധന ചെയ്യുന്നു. അടുത്തൊരു 25 വർഷത്തെ 50 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സർക്കാർ പ്രവർത്തിക്കുകയാണ്. അർബൻ കമ്മീഷൻ രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നഗര നയമുണ്ടാക്കാൻ ഒരു സംസ്ഥാനം കമ്മീഷനെ വെക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി, മറ്റൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. സർ, സ്മാർട്ട് സിറ്റിയുടെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. കൊച്ചി സ്മാർട്ട് സിറ്റിയും തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയും 50-50 പലരുടെയും ധാരണ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ കേന്ദ്രത്തിൻ്റെ ഫണ്ടാണെന്നാണ്. അല്ല, പകുതി പൈസ നമ്മളാണ് കൊടുക്കുന്നത്. 50% സംസ്ഥാനം, 50% കേന്ദ്രം. 2
സ്മാർട്ട് സിറ്റികളും അനുവദിച്ച തുക ഏറെക്കുറെ പൂർണ്ണമായി തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി വിനിയോഗിക്കാൻ കഴിയും പദ്ധതി അവസാനിക്കുമ്പോൾ എന്നതാണ് സ്ഥിതി. നല്ല മികച്ച പ്രവർത്തനം തന്നെ 2 സ്മാർട്ട് സിറ്റി മിഷനുകൾക്കും നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ഞാനിവിടെ സമയച്ചുരുക്കം കൊണ്ട് അത്രമാത്രം പറഞ്ഞ് നിർത്തുകയാണ്. സാർ, ഇവിടെ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഒന്ന്, ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ബഹുമാനായ അൻവർ സാദത്താണ് അവസാനം ഉന്നയിച്ചത്. അദ്ദേഹം ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പഴി കൂടി സംസ്ഥാന സർക്കാരിനായിരിക്കും ഇരിക്കുക. ഇപ്പോൾ നമ്മൾ പെർമിറ്റ് ഫീസിൻ്റെ കാര്യത്തിൽ കണ്ടതാണല്ലോ. തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഞങ്ങളുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കണമെന്നത്. അതിനുള്ള നടപടി സ്വീകരിക്കണം എന്നത് സർക്കാരിന് ചില്ലിക്കാശിൻ്റെ പ്രയോജനമില്ലാത്ത ഒരു നടപടി. ഒരു പൈസ സർക്കാരിനല്ല കേട്ടോ, ധനകാര്യമന്ത്രിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് കൊണ്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞില്ല, അധികാര വികേന്ദ്രീകരണത്തോടുള്ള ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക എന്ന കമ്മിറ്റ്മെൻറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധീരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. എന്താ നിങ്ങൾ സ്വീകരിച്ച നിലപാട്? ഞാനിവിടെ പറഞ്ഞതാണ് ഈ സഭയിൽ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഈ സഭയിൽ ഒരു തരത്തിലും ഒരു പ്രതിഷേധം അതിനെക്കുറിച്ച് ഉയർത്തിയില്ല. പകരം താഴെ എന്ത് ചെയ്തു? താഴെ പഞ്ചായത്തിൽ പെർമിറ്റ് എടുക്കാൻ വരുന്നവരോടും പോകുന്നവരോടും മുഴുവൻ പറഞ്ഞു, ഇത് പിണറായി സർക്കാർ ചെയ്തതാണ് കേട്ടോ, കാശ് വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്തു. ഇല്ലേ? അതിൻ്റെ ഗുണം മുഴുവൻ നിങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ ആരോ പറഞ്ഞു, ശരിയായിട്ട് പറഞ്ഞു, പഴി മുഴുവൻ സർക്കാരിന്, ഗുണം മുഴുവൻ ആർക്ക്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. അതിൽ 40% നിങ്ങളുടേതാണ്. അതുകൊണ്ട് അത് അങ്ങനെ നിങ്ങളുടെ കൗശലം ഇനി അനുവദിച്ചു തരണോ എന്ന കാര്യം ഒന്ന് ആലോചിക്കേണ്ടി വരും. അതൊന്ന് ആലോചിക്കേണ്ടി വരും. അങ്ങാ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ഈ ഹൗസിൽ തന്നെ അതിനോടുള്ള പ്രൊട്ടസ്റ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ റെക്കോർഡ്. രണ്ടാമത്തെ കാര്യം, ലോക്കൽ ബോഡിക്കാണ് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊരു പ്രൊപ്പോർഷണലായിട്ട് കൂട്ടണ്ടേ? എന്തൊരു വർധനവാണ് വരുത്തിയത്? നിങ്ങൾ പരിശോധിക്കുക. ഓരോരുത്തർ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർധനവിന് ഒരു റീസണബിൾ ആയിട്ടുള്ള വർധനവല്ലേ വേണ്ടത്? ലോക്കൽ ബോഡിയുടെ ടാക്സ് ഏതെങ്കിലും ഇനത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. കാലാകാലങ്ങളിൽ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം. നിങ്ങൾ എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് കൂട്ടിയിരിക്കുന്ന? ഡിസ്പ്രപ്പോർഷണലായിട്ട് അത് വർദ്ധിപ്പിച്ച് പെട്ടെന്ന് ആളുകളുടെ ഭാരം തലവെച്ചത് ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിരാകരിക്കുന്നു. കാരണം ഉന്നയിച്ചു. എപ്പോൾ? ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ സെഷനിൽ അതിനു മുമ്പ് നിങ്ങൾ ഉന്നയിച്ചിട്ടില്ല. റെക്കോർഡ് നമുക്ക് നോക്കാമല്ലോ. ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത്. അതിനു മുമ്പ് ഉന്നയിച്ചിട്ടേയില്ല. ഈ സെഷനിൽ ഉന്നയിച്ചു. ശരി. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത് ശരിയാണ്. കാലാനുസൃതമായി വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് ഒറ്റയടിക്കുള്ള വർധനവായിട്ട് അനുഭവപ്പെടില്ലായിരുന്നു. കാലാനുസൃതമായിട്ട് വർദ്ധിപ്പിച്ചില്ല എന്നുള്ളത് ശരി. ആരും വർദ്ധിപ്പിച്ചില്ല, നിങ്ങളും വർദ്ധിപ്പിച്ചില്ല, ആരും വർദ്ധിപ്പിച്ചില്ല. അപ്പം അങ്ങനെ നമുക്ക് പോകാനാവുമോ എന്നുകൂടി നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കേണ്ടതാണ്. എല്ലാം രാഷ്ട്രീയമായ വാശിയുടെ ഒന്നും പ്രശ്നമല്ലല്ലോ. കൂട്ടായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിങ്ങളും അധികാരത്തിലിരിക്കുന്നുണ്ട് അനേകം സ്ഥലങ്ങളിൽ. ഇങ്ങനെയാണോ പോകേണ്ടത് എന്നത് കൂട്ടായിട്ട് ആലോചിക്കേണ്ടതാണ്. അക്കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊന്നും ഒരുതരം പിടിവാശിയും പുലർത്തുന്നവരല്ല. തുറന്ന സമീപനമാണ് ഇക്കാര്യത്തിലൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ വന്നു. പിന്നെ പറഞ്ഞ കാര്യം എന്താ? ഈ ജീവനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നു. ശ്രീ അൻവർ സാദത്ത് പറയാണ്, സർ 31,180 ജീവനക്കാരെ അവരുടെ എല്ലാ സംഘടനകളും ആയി ചർച്ച ചെയ്ത് അംഗീകരിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. തദ്ദേശ വകുപ്പിൽ ഓൺലൈൻ ട്രാൻസ്ഫർ കഴിഞ്ഞ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കി. ഈ വർഷം എന്താ? കരട് ലിസ്റ്റ് വന്നു. ഒരു ട്രാൻസ്ഫർ ഞങ്ങളുടെ ആരുടെ ഇഷ്ടത്തിനല്ല നടത്തുന്നത്. എത്ര ലാഘവത്തോടെയും നിരുത്തരവാദപരമായിട്ടുമാണ് സഭയിൽ കാര്യങ്ങൾ തട്ടിവിടുന്നത് എന്നതിൻ്റെ ഉദാഹരണമല്ലേ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണോ? അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തിട്ടുണ്ടോ? ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിൽക്കുകയല്ലേ. കരട് ലിസ്റ്റ് മറികടന്നുകൊണ്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്ക് അങ്ങനെ ഒരു പരാതിയില്ലല്ലോ. ഞങ്ങൾ അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. സുതാര്യമായി. കാലം മാറി. അതാണ്. ഏത് കാലത്താണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാലം മാറി സർ.
പ്രാദേശിക റോഡുകളുടെ കാര്യം ഇവിടെ ബഹുമാന്യരായ ഒരുപാട് MLA മാർ പറഞ്ഞു. ന്യായമായ പ്രശ്നമാണ്. പ്രാദേശിക റോഡുകൾ തകർന്ന് കിടക്കുകയാണ്. ഒരുപാട് MLA മാർ സഭയിൽ പറഞ്ഞു, കാണുമ്പോൾ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞതേ ഉള്ളൂ, നേരിട്ട് കണ്ടൊരു സമയത്ത്. അത് ന്യായമായ പ്രശ്നമാണ്. ജൽജീവൻ മിഷന്റെ പദ്ധതി കൂടി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രാമീണ റോഡുകൾക്ക് സാരമായ തകരാറുണ്ടായിട്ടുണ്ട്. പക്ഷെ അൻവർ സാദത്ത് പറഞ്ഞു മന്ത്രി ഉദാസീനായി. ഒരു ബില്ല് കൂടിയുണ്ട് പ്ലീസ്. അല്ല, ആയിട്ടില്ല സർ. വലിയ വകുപ്പല്ലേ, എക്സൈസ് കിടക്കുന്നേ ഉള്ളൂ സാർ. 35 മിനിറ്റ് പ്ലീസ് സാർ. കഴിയുന്നതും ചുരുക്കും. അപ്പോൾ പറഞ്ഞത് പ്രാദേശിക റോഡ് 1000 കോടി രൂപയുടെ പദ്ധതി ബജറ്റിൽ വെച്ചിട്ടുണ്ട് എന്ന് അൻവർ സാദത്തിന് അറിയാത്തതല്ല. 1000 കോടിയുടെ പദ്ധതി ധനകാര്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ഈ വർഷം നടപ്പാക്കുക തന്നെ ചെയ്യും. അതിൽ ഒരാശങ്കയും വേണ്ട. ആ പ്രശ്നം ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കാണുന്നുണ്ട്. സാർ, കുടുംബശ്രീയെക്കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. പറയാതെ തന്നെ അനുഭവങ്ങളിലൂടെ മലയാളികൾ അംഗീകരിച്ചിട്ടുള്ള, ഹൃദയത്തിൽ ഏറ്റവും അംഗീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഏറ്റവും ഒടുവിൽ ലഞ്ച് ബെൽ വലിയ ഹിറ്റായിട്ട് മാറി, വളരെ സ്വീകാര്യത കിട്ടിയതാണ്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ തന്നെ നേതൃത്വത്തിൽ വെജിറ്റബിൾ കിയോസ്കുകൾ, അതുപോലെ K-ലിഫ്റ്റ്, കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ 3 ലക്ഷം ഉപജീവന പദ്ധതികൾ നടപ്പാക്കുകയാണ് ഈ വർഷം. അങ്ങനെ പറയാനാണെങ്കിൽ പ്രീമിയം കഫേ, ധാരാളം പദ്ധതികളുണ്ട്. കേരള ചിക്കൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ്. അത് 280 കോടിയുടെ വിറ്റുവരവ് കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബശ്രീ ബാക്ക് ടു സ്കൂളിലൂടെ വലിയ ചരിത്രം സൃഷ്ടിച്ചു. 40 ലക്ഷം അംഗങ്ങളാണ് ബാക്ക് ടു സ്കൂളിൽ പങ്കെടുത്തത്. പക്ഷേ ഖേദത്തോടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മഹിളാ കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് ആ ബാക്ക് ടു സ്കൂളിനെതിരെയും കുടുംബശ്രീക്കെതിരെയും ഒരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടത്. ബാക്ക് ടു സ്കൂളിൽ ആരും പങ്കെടുക്കരുത് എന്ന ആഹ്വാനവുമായിട്ട്. ഇത് മാർക്സിസ്റ്റുകാരുടെ ഒരു തട്ടിപ്പാണ്. ആ വീഡിയോ വളരെ വൈറലായി പോയെന്നാണല്ലോ. ഇതാണ് സമീപനം എന്നത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണെന്നേ ഞാൻ മിതമായിട്ട് പറയുന്നുള്ളൂ. ഇതാണ് സമീപനം. സാർ, ബാക്ക് ടു സ്കൂൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലുമല്ല, കാര്യം എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല, രാഷ്ട്രീയമായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ആ പ്രചരണം ഇപ്പോൾ വേറൊരു കാര്യത്തിൽ നടക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് കഴിഞ്ഞ ദിവസം KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ വളരെ പ്രൊഫഷണലായി തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ കാണുകയുണ്ടായി. എന്താണ് ആ വീഡിയോയിൽ പറയുന്നത്? ഇതാ അടുത്ത പണി വരുന്നു. പെർമിറ്റ് ഫീസിന് പിന്നാലെ എസ്റ്റിമേറ്റിൻ്റെ 1% കെട്ടിട നിർമ്മാണ സെസ്സായിട്ട് പിഴിയുന്നു. എന്നിട്ട് അങ്ങേ അറ്റം അധിക്ഷേപമാണ്. സംസ്ഥാന സർക്കാർ എന്ന് നേരിട്ട് പറയുന്നില്ല, പക്ഷേ കാണുന്ന എല്ലാവർക്കും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സംഗതിയാണ്. പെർമിറ്റ് ഫീസ് കൂട്ടി, അങ്ങനെ ചെയ്തു, എന്നിട്ട് ഇതും ആ ചെലവിൽ അങ്ങോട്ട് എഴുതിയിട്ടാണ് ഇത് പിരിക്കാൻ വരുന്നു. എന്താണ് നിങ്ങളുടെ നിലപാട്? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കൊടുക്കണ്ട എന്നതാണോ? സെസ്സാണല്ലോ വരുമാനം, സെസ് പിരിക്കരുത് എന്നതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം. സർ, സംസ്ഥാന സർക്കാർ പാസ്സാക്കിയതല്ല ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമം. 1995 കൃത്യം പറഞ്ഞാൽ 3/11/1995 നരസിംഹറാവു പ്രധാനമന്ത്രിയാവുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ആ നിയമത്തിലെ വ്യവസ്ഥയാണ് 2% വരെ സെസ് പിരിക്കാം. കേരള സർക്കാർ മിനിമമായ 1% പിരിക്കണ്ടു എന്ന് തീരുമാനിച്ചു. ഇതുവരെ തൊഴിൽ വകുപ്പാണ് പിരിച്ചുകൊണ്ടിരുന്നത്. നിയമത്തിലെ വ്യവസ്ഥ എന്താണ്? കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥ തദ്ദേശ സ്ഥാപനങ്ങൾ പിരിക്കണമെന്നതാണ്. അപ്പോൾ കേന്ദ്ര നിയമത്തിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് കേരളത്തിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര നിയമത്തിൽ പറയുന്നത് പോലെയാക്കണം കേരളത്തിൽ. അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? കെട്ടിട നിർമ്മാണ തൊഴിലാളികളാണ്. നിങ്ങൾ ഒരേ സമയം വേട്ടക്കാരനൊപ്പം ഓടുകയും ഇരയ്ക്കൊപ്പം കരയുകയും ചെയ്യുന്ന അവസരവാദപരമായിട്ടുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അത് ആ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. ഞങ്ങൾ എൽ ഡി എഫ് ആണോ അത് വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ നടപ്പാക്കിയത്? ഇന്ത്യയിൽ ആകെയുള്ളതല്ലേ, കേരളത്തിൽ മാത്രമാണോ? അപ്പം ഞാൻ അതിലേക്കും കൂടുതലായിട്ട് പോകുന്നില്ല. സാർ, ഇനി എക്സൈസിൻ്റെ കാര്യത്തിൽ സമയമില്ലാത്തതുകൊണ്ടും അങ്ങ് അക്ഷമനാവുന്നതുകൊണ്ടും ഞാൻ വളരെ ചുരുക്കുകയാണ്. സാർ, ബഹുമാന്യമായിട്ടുള്ള ശ്രീമതി KK രമ ഇവിടെ പറഞ്ഞു മയക്കുമരുന്നിൻ്റെ ആപത്തിനെ കുറിച്ച്. മറ്റൊരുപാട് പേര് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആരെയും പിടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 57,430 അബ്കാരി കേസ് ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി. 19,466 NDPS കേസുകൾ.
19,466 NDPS കേസ്, 2,43,800 കോട്ട്പ കേസുകളുണ്ടായി. പിന്നെ ആരെയും പിടിച്ചിട്ടില്ലേ? കണക്കുണ്ടല്ലോ. അബ്കാരി കേസുകളിൽ 46,024 പേരെയും NDPS കേസുകളിൽ 19,057 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തോതിലുള്ള പ്രവർത്തനമാണ് എക്സൈസ് നടത്തുന്നത്. എൻഫോഴ്സ്മെന്റ് മാത്രമല്ല, വിമുക്തിയുടെ പ്രവർത്തനം. ഇന്ത്യയിൽ മറ്റെവിടെയും ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നില്ല സർ. ഇത്ര വലിയ ലഹരി വിമുക്ത പ്രവർത്തനം എക്സൈസിന്റെ നേതൃത്വത്തിൽ മറ്റെവിടെയും നടക്കുന്നില്ല. അപ്പോൾ ആ ഭാഗം അത്രയായിട്ട് ചുരുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് ബഹുമാനരായിട്ടുള്ള MLA-മാർ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ മയക്കുമരുന്ന് ഉയർത്തുന്ന വിപത്തിനെതിരായ ബോധവൽക്കരണത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകമായ താല്പര്യമെടുക്കണം. സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനും അതുപോലെ ഏറ്റവും പ്രാദേശിക തലത്തിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സ്കൂളിലും വാർഡ് തലത്തിലും ജാഗ്രതാ സമിതികളുണ്ട്. നമ്മളൊന്ന് അന്വേഷിക്കുകയും ഇടപെടുകയും ചെയ്യണം. അതിനെ ശക്തിപ്പെടുത്താൻ നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. കേരളത്തിൽ എവിടെയാണ് സർ, ഇന്ത്യയിൽ എവിടെയാണ് സർ മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയുള്ളവർ ഈ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്? കേരളത്തിൻ്റെ മാതൃകയാണ്. അതെ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും കൂടി ഇരുന്ന് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ വീണ്ടും ആരംഭിക്കും. ആ പ്രചരണ പരിപാടി എൻഫോഴ്സ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ അങ്ങ് പറയുന്നു പ്രചരണമല്ല വേണ്ടതെന്ന്. എൻഫോഴ്സ്മെന്റിന്റെ കണക്കാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് നമ്മൾ കാണേണ്ടത് ഒരു വർഷം കൊണ്ടോ ഏതാനും മാസം കൊണ്ടോ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. നിരന്തരമായിട്ടുള്ളൊരു ഫൈറ്റ് ഇതിനെതിരായിട്ട് നടത്തുക. അതിന് പല തലങ്ങളുണ്ട്. ആ ഫൈറ്റ് നടത്തുന്ന ഗവൺമെൻറ്റാണ്, ജനങ്ങളെ ആകെ അണിനിരത്തി നടത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ധാരാളം രാഷ്ട്രീയമായ കാര്യങ്ങൾ വന്നു. അതൊക്കെ വേണ്ടത്രയും സഭയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല. പക്ഷേ ആവർത്തിച്ചാവർത്തിച്ച് ഇവിടെ സ്ഥാപിക്കാൻ ഈ ചർച്ചയിലും ഇതിനു മുമ്പുള്ള ചർച്ചയിലൊക്കെ ശ്രമിച്ചത് ഇടതുപക്ഷമാകെ കാലഹരണപ്പെട്ടു പോയി. നിങ്ങൾ ഏത് കാലത്ത് ജീവിക്കുന്നവരാണ്? നിങ്ങൾ ഈ കാലത്തിന് യോജിച്ചവരല്ല. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അപ്രായോഗികമാണ് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇടതും വലതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾക്കറിയാം. വലത് ചെയ്യുന്നതല്ല ഇടതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം അല്ല, അതെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, വലതാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണെന്ന് ഇപ്പൊ മനസ്സിലായി അവർക്ക്. വലതാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. നല്ല മാറ്റമാണ്, സ്വാഗതാർഹമായിട്ടുള്ള മാറ്റമാണ്. സാർ, ഞാൻ സാർ, നേരത്തെയുള്ള പ്രചരണം എന്തായിരുന്നു? കേരളത്തിൽ ആസൂത്രിതമായി മാധ്യമങ്ങളെല്ലാം ചേർന്ന് നടത്തിയ പ്രചരണം എന്തായിരുന്നു? ഇപ്പൊ ഇടതുപക്ഷം വലതുപക്ഷം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ്. ആ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഇപ്പോഴുള്ള പ്രചരണം എന്താണ്? ഇപ്പോ ഇടതുപക്ഷത്തേക്കാൾ കേമമാണ് വലതുപക്ഷം, അവരാണ് മികച്ചത് എന്നതാണ് പ്രചരണം. പണ്ട് കവി പറഞ്ഞല്ലോ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, നാട്യപ്രധാനം നഗരം. ഇപ്പൊ പാരഡി രചിക്കുകയാണ് മാധ്യമങ്ങളും ഒക്കെ കൂടി. ഒരു പാരഡി, ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. എന്താണ്? വലതുപക്ഷം നന്മകളാൽ സമൃദ്ധം, ധാർഷ്ട്യപ്രധാനം ഇടതുപക്ഷം. ഞങ്ങൾ ധാർഷ്ട്യക്കാർ, ഞങ്ങൾ വിനയമില്ലാത്തവർ, ഞങ്ങൾ കാലഹരണപ്പെട്ടവർ, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. ഒരു ഉദാഹരണം, വളരെ സാധാരണമായൊരു സംഭവം. ഒരു പ്രസംഗത്തിനിടയിൽ ചായ കൊടുക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചായ കൊടുക്കാൻ വേണ്ടി നിർത്തണോ എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും കൂടി ചിരിച്ചു. ഒരസംതൃപ്തി ആർക്കുണ്ടായില്ല. ഒരു ടെലിവിഷൻ ചാനലിൽ വാർത്ത കൊടുക്കുകയാണ്. ആദ്യത്തെ വാർത്ത, സദസ്സിനെ ചിരിപ്പിച്ച് MP രാജേഷ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തലക്കെട്ട് മാറി. അങ്ങനെ ചിരിപ്പിച്ചാൽ പറ്റില്ലല്ലോ. തലക്കെട്ട് എന്താണ്? അതൃപ്തി പ്രകടിപ്പിച്ച് MP രാജേഷ്. സാർ, എത്ര സൂക്ഷ്മമായിട്ടാണ് മാധ്യമങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ, ഇത് മിനിഞ്ഞാന്നത്തെയാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇന്ന് സാർ വേറെ ഒരു വാർത്തയുണ്ട്. കേരള സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷ 63% വർദ്ധിച്ചു എന്നാണ്. 63%. ഇവിടെ ഈ മാധ്യമങ്ങളും നിങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നു, കുട്ടികൾ മുഴുവൻ കേരളം വിടുന്നു. കേരളത്തിലേക്ക് 63% കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ കൂടി. എവിടെയാ വാർത്ത എന്നറിയോ? അല്ല, ഞാൻ പറയട്ടെ, വാർത്ത എവിടെയാണെന്നറിയോ? വാർത്ത എവിടെയെന്ന് പറഞ്ഞാൽ അത്യാഹിതം പേജിലാണ്. അത്യാഹിതങ്ങളുടെ കൂട്ടത്തിലൊരു അത്യാഹിതമാണ്.
എന്തോ ഒരു അത്യാഹിതം നടന്നതുപോലെയാണ് 63% അപേക്ഷകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത്. സാർ സാർ നിങ്ങൾക്ക് കുറച്ച് അസ്വസ്ഥമാവും, അത് കുറച്ച് അസ്വസ്ഥത ഉണ്ടാവും. സാർ ഒരു ഇടപാടുകാരൻ കോപ്പറേറ്റീവ് ബാങ്കിലെ പ്രസിഡന്റിന്റെ പേരെഴുതി വെച്ച് എന്റെ മരണത്തിന് ഉത്തരവാദി ഇന്നയാളാണ് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ പ്രൈം ടൈം ചർച്ചയുണ്ടായോ? കേരളത്തിലെ മാധ്യമങ്ങൾ മുഖപ്രസംഗം എഴുതിയോ? വയനാട്ടിൽ ആത്മഹത്യ ചെയ്തില്ലേ? KPCCയുടെ ജനറൽ സെക്രട്ടറി ആയ ആൾ ജയിലിൽ കിടന്നില്ലേ? കേരളത്തിൽ ചർച്ചയുണ്ടായിരുന്നോ? പ്രൈം ടൈമിൽ ചർച്ചയുണ്ടായിരുന്നോ? എഡിറ്റോറിയൽ ഉണ്ടായിരുന്നോ? ധാർമ്മിക രോഷമാർക്കെങ്കിലും വന്നോ? ആരെങ്കിലും ഉറഞ്ഞു തുള്ളിയോ? അപ്പോൾ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഗോദി മീഡിയ എന്നാണല്ലോ ദേശീയ തലത്തിൽ മാധ്യമങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഹിന്ദിയിൽ ഗോദി മീഡിയ എന്ന് പറഞ്ഞാൽ മടിത്തട്ടിലിരിക്കുന്ന മാധ്യമങ്ങൾ എന്നാണ് അർത്ഥം. നിങ്ങൾ മാധ്യമങ്ങളുടെ മടിത്തട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. മാധ്യമങ്ങളുടെ പരിലാളന കേൾക്കുന്നവരാണ് നിങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ധാർഷ്ട്യക്കാർ. പക്ഷേ അങ്ങേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ, കേരളത്തിന്റെ അങ്ങയുടെ പാർട്ടിയുടെ നേതാവിന് എനിക്കും നിങ്ങൾക്കും പറയാൻ കൊള്ളാത്ത, ഇവിടെ സഭയിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൊണ്ട് ആക്ഷേപിക്കാം. പക്ഷെ അദ്ദേഹം വിനയാന്വിതനാണ്. അദ്ദേഹത്തിന്റെ ഭാഷ അതെന്താ സാർ? ഞങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തുള്ളൂ. ഞങ്ങൾക്ക് മാത്രമേ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തുള്ളൂ. അല്ല സാർ, ഞാൻ പറഞ്ഞത് അങ്ങനെ ആക്ഷേപിച്ച ഒരാൾ വിനയാന്വിതനാണ്. അദ്ദേഹം വിനയാന്വിതനാണ്. അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയും എല്ലാവർക്കും സ്വീകാര്യമാണ് എന്ന് മാധ്യമങ്ങൾ സ്ഥാപിക്കുകയാണ്. ഏതുപോലെയാണെന്നറിയാം? അദ്ദേഹം വിജയത്തിന്റെ ഉന്മാദം നിങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. വിജയത്തിന്റെ ഉന്മാദം. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചത്. നമ്മൾ കേട്ടില്ലേ? അവൻ എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിച്ചത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ, നിങ്ങളെ ആരെയെങ്കിലും അങ്ങനെ അഭിസംബോധന ചെയ്യുമോ? ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിലെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. ഞാൻ നിങ്ങളെ ആലോചിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ വിളിക്കുന്ന ആ വിജയത്തിന്റെ ഉന്മാദം അവൻ വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവിനെ പരനാറിന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഓർമ്മയില്ല. അല്ല, മാധ്യമങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പരിഗണനയും പരിലാളനയും എത്രയുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. അദ്ദേഹം ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു സംസ്കൃത ശ്ലോകം ഉണ്ടല്ലോ, അതുപോലെയാണ്. മർക്കടസ്യ സുരാപാനം വൃശ്ചിക ദംശനം മധ്യേ, അല്ലേ? മധ്യേ വൃശ്ചിക ദംശനം, പിന്നെ തന്മധ്യേ ഭൂതസഞ്ചാരോ, പിന്നെന്താണ് അവസാനം? ധനകാര്യമന്ത്രിക്കാണ് സംസ്കൃതം കുറച്ചുകൂടി അറിയുന്നത്. തന്മധ്യേ ഭൂതസഞ്ചാരോ ഭവിഷ്യതി. ഞാനതിന് മലയാള പരിഭാഷ നടത്തുന്നില്ല. അതുപോലെയല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് KPCCയുടെ പ്രസിഡന്റ്. പക്ഷെ അദ്ദേഹം ആരാണ്? വിനയാന്വിതനാണ്. ഞങ്ങളെല്ലാം ധാർഷ്ട്യക്കാരാണ്. സാർ അങ്ങ് ഈ സഭയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങ് ഈ സഭയിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങ് പറഞ്ഞോ, സമയം പോക്കല്ല. ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് അങ്ങ് ഈ സഭയിൽ ചോദിക്കാറുണ്ട്. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥന, കഴിയുമെങ്കിൽ എന്തായിരിക്കും പ്രതികരണം എന്നൊന്നും എനിക്കറിയില്ല, അങ്ങയുടെ പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പതിവായിട്ട് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ചെത്തുകാരന്റെ മകൻ എന്നാണ്. ഏത് കാലത്തെ ചിന്തയാണ്, എത്ര അശ്ലീലമായിട്ടുള്ള ചിന്തയാണ്, എത്ര അശ്ലീലമായ ഭാഷയാണ്. അങ്ങ് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ചോദിക്കണം, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഏത് കാലത്തെ സംസ്കാരമാണിത് എന്നൊന്ന് അദ്ദേഹത്തോട് ചോദിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം ആവാം. പത്രസമ്മേളനത്തിൽ നിന്ന് ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ ഇറക്കി വിടുമെന്ന് പറയാം, ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറയാം. പക്ഷെ നിങ്ങളെ ധാർഷ്ട്യക്കാരെന്ന് ആരും വിളിക്കില്ല കേട്ടോ. നിങ്ങളെ മൈക്കിന് വേണ്ടി കലഹിക്കാം, നിങ്ങളെ ധാർഷ്ട്യക്കാരെന്ന് ആരും വിളിക്കില്ല. നിങ്ങൾക്ക് ഈ മാധ്യമ പരിലാളനയുണ്ട്, നിങ്ങൾക്ക് ഈ പരിഗണന കിട്ടുന്നുണ്ട്. ഇപ്പോൾ
വ്യാജ ID കാർഡിന്റെ കാര്യം അന്ന് സഭയിൽ ഉന്നയിച്ചപ്പോഴേ നിങ്ങൾ പ്രകോപിതരായി. ശരി, ഞാൻ സ്പീക്കർ പറഞ്ഞുകൊണ്ട് ബാക്കിയൊന്നും പറയുന്നില്ല. അവസാനം ഒറ്റ കാര്യം പറയാനുള്ളൂ. കുറച്ച് കാര്യം കൂടി പറയാനുണ്ടായിരുന്നു, അങ്ങ് സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കണ്ടപ്പോഴേക്കും നിങ്ങൾ ഈ ലോകം തന്നെ പിടിച്ചടക്കി എന്ന ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലുമാണ്. പക്ഷേ ആ ധാർഷ്ട്യത്തെ വിനയമായിട്ടാണ് മാധ്യമങ്ങൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് തെറ്റ് പറ്റും. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവർത്തിക്കുമ്പോഴേ തെറ്റ് പറ്റൂ. പറ്റിയ തെറ്റുകൾ ഒരു ദുരഭിമാനവുമില്ലാതെ, ഒരു മുൻവിധിയുമില്ലാതെ ഞങ്ങൾ പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യും. അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ളത്. അങ്ങനെ തിരിച്ചു വന്നതാണ്. ഞങ്ങൾക്ക് ജനങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങളെന്ന് പറഞ്ഞാൽ അമ്മയെപ്പോലെയാണ്. അമ്മ ശാസിക്കും, അമ്മ ചിലപ്പോൾ 2 അടി വെച്ച് തരും. അത് ഞങ്ങൾ വിനയത്തോടെ തന്നെ ഏറ്റുവാങ്ങും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ട മാറ്റം വരും. ആ തിരുത്തലുകൾ ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. ആ തിരുത്തലുകൾ വരുത്തുക തന്നെ ചെയ്യും. അത് നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ കളി കഴിഞ്ഞു എന്ന ധാരണയിലിരിക്കരുത് കേട്ടോ. കളി കഴിഞ്ഞു എന്നുള്ള ധാരണയിലിരിക്കരുത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2020 ഫൈനൽ കണ്ടല്ലോ. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2020 ഫൈനൽ കണ്ടല്ലോ. 14ാമത്തെ ഓവറിൽ അക്സർ പട്ടേലിന്റെ ഓവറിൽ 24 റൺസ് അടിച്ചപ്പോൾ കളി കഴിഞ്ഞു എന്ന് എല്ലാവരും വിചാരിച്ചു. എണീറ്റ് പോകാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് വജ്രായുധം ബുംറ വരുന്നത്. വിക്കറ്റ് 2 പോയി. അടുത്ത ഓവറിലാണ് സൂര്യകുമാർ യാദവിന്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്യാച്ച് ഉണ്ടാവുന്നത്. അതോടുകൂടി കളി നേരെ തിരിഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിലാണെങ്കിലും കളിയിലാണെങ്കിലും കളി തീർന്നു എന്ന് വിചാരിക്കരുത്. കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലായിക്കോളുന്നു. സാർ, കഴിഞ്ഞ ദിവസമാണ് യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ സ്ലോവാക്യ ഗോളടിച്ച് 95ാമത്തെ മിനിറ്റിൽ കളി തീരുന്നതിന് മുമ്പ് തിരിച്ചടിച്ച് ഇംഗ്ലണ്ട് ജയിച്ചു. അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിന് ഒട്ടും സഹിക്കാൻ കഴിയാതായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. A battle lost is not a war lost. A battle won is not a war won too. നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥന അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എക്സൈസ് എന്ന പ്ലേസ് കഴിഞ്ഞു. യെസ്, അവിടെ ഇരിക്ക്. കഴിഞ്ഞു. യെസ്, അവിടെ ഇരിക്ക്. എക്സൈസ് എന്ന ശ്രീ ബഷീർ അവിടെ ഇരിക്കെ. കഴിഞ്ഞു. യെസ്. എക്സൈസ് എന്ന 8ാം നമ്പർ ധനാഭ്യർത്ഥനക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 8ാം നമ്പർ എക്സൈസ് എന്ന 8ാം നമ്പർ ധനാഭ്യർത്ഥനക്ക് പേരിൽ കാര്യവരി പട്ടികയെ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകോളത്തിൽ കാണിച്ചിട്ട് തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ശബ്ദ വോട്ടാണ്, കാരണം ടെക്നിക്കൽ എററുണ്ട്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ഇനി ധനാഭ്യർത്ഥന നമ്പർ 22 നഗരവികസനം എന്ന 22ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി നഗരവികസനം എന്ന 22ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ച തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ഇനി ധനാഭ്യർത്ഥന നമ്പർ 35 പഞ്ചായത്ത് എന്ന 35ാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി പഞ്ചായത്ത് എന്ന 35ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. ധനാഭ്യർത്ഥന നമ്പർ 36
ഗ്രാമവികസനം എന്ന 36 നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷനുകൾ പ്രസ് ചെയ്യുന്നുണ്ടോ? കട്ട് മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ഗ്രാമവികസനം എന്ന 36 നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു.